നമ്മൾക്ക് ഈ വർഷത്തെ ഓണത്തിന് വ്യത്യസ്തമായ ഓണസാമ്പാർ റെഡിയാക്കാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഓണസാമ്പാറാണ്. ഓണസാമ്പാർ എന്ന് പറയുമ്പോൾ പല വിധത്തിൽ പല രൂപത്തിലൊക്കെയാണ് ഉണ്ടാക്കുക. അതായത് ഓണസാമ്പാർ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ടാണ്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട പച്ചക്കറികൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് നമുക്ക് പച്ചക്കറി ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് കുമ്പളങ്ങ, ചേന, വെണ്ടയ്ക്ക, വലിയുള്ളി, മുരിങ്ങക്കായ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ, തക്കാളി, കൊത്തവരയ്ക്ക, നേന്ത്രക്കായ്. ഇത്രയാണ് നമ്മുടെ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. ഇനി നമുക്ക് ഒന്ന് പരിചയപ്പെടേണ്ടത് എന്താണ്, ഇതിനെ എങ്ങനെയാണ് കൂട്ടി ചേർത്തുന്നത് എന്ന്. അതിൻ്റെ കൂട്ടൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പരിപ്പ്, സാമ്പാർ പരിപ്പ്. പിന്നെ വറുത്തിടേണ്ടതാണ്. അതായത് നമുക്ക് മല്ലി, കായം, വറ്റൽമുളക്, ചെറിയ ജീരകം, കുരുമുളക്, പുളി, തേങ്ങ. ഇത്രയാണ് ഇതിൻ്റെ കൂട്ട്. നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്, പച്ചക്കറി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾക്ക് പച്ചക്കറി അരിയണതിൻ്റെ മുന്നേ നമ്മൾക്ക് എന്താ വേണ്ടത്, ആദ്യം പരിപ്പ് വേവിക്കാൻ വെക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണ്. ഇതൊന്ന് നല്ലപോലെ കഴുകട്ടെ. കുക്കറിലൊന്ന് പരിപ്പ് വേവിക്കാം. ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കണത്. കഴുകിയിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളി പുളിയുള്ളതാണ്, നൈസായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വേകാൻ വയ്ക്കാം. നമുക്ക് കുക്കറൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ പരിപ്പ് വേകാൻ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സാമ്പാറിനൊന്ന് വറുക്കാം. വറുത്തെടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലതും. 2 തവി ഒഴിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്കിതിൽ വേണ്ടത് എന്താണ്, കായ ഇട്ട് കൊടുക്കാം. കായ ഞാനൊരു ചെറിയ പീസ് എടുത്തതാണ്. കട്ടക്കായാണ് സാമ്പാറിന് നന്നായിരിക്കുക. വേഗം മൊരിയാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കമ്മിയാക്കാം. ഇനി നമുക്കിതിൽ എന്താ വേണ്ടത്, മല്ലി 3 ടേബിൾ സ്പൂൺ മല്ലിയുണ്ട്, പച്ചമല്ലി. ഇതിൻ്റെ പച്ച മണം പോയ ഉടൻ തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. ഇതിൻ്റെ ഈ പച്ചമണം പോയി. ഇനി നമുക്കിതിൽ നാളികേരം ഇട്ട് കൊടുക്കാം. ഒരുപാട് കരിയരുത്, നോക്കിക്കോളൂ. ഇതിലിപ്പോൾ ഞാൻ നല്ല ഒരു ചെറിയ നാളികേരം പൊടിയായി ചരിവ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതായത് നമ്മൾ കമ്മിയായി വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ 3 വിസിൽ വന്നു. നമ്മൾക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്, സാമ്പാറിന് വെണ്ടയ്ക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരു തവി ഒഴിച്ച് കൊടുത്തോളൂ. ഒരു തവി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്കൻ ഇതിൽ ഇട്ടാൽ മതി. ഇതിലിപ്പോൾ ഒരു 4 വെണ്ടയ്ക്കുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇത്തിരി മുറുകട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് നമ്മുടെ തേങ്ങ എന്തായെന്നൊന്ന് നോക്കുക. തേങ്ങ എല്ലാം ആവണേ ഉള്ളൂ, ആയിട്ടില്ല. നല്ല ബ്രൗൺ കളർ വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കിയിടാം, ഗ്യാസ് ഓഫാക്കിയിടാം. അപ്പം അങ്ങനെ നമ്മുടെ നാളികേരമൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് എന്താ വേണ്ടത്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, കഷ്ണം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കഷ്ണം എങ്ങനെ വേവിക്കാൻ വയ്ക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം.
എല്ലാ കഷ്ണവും മുറിച്ചതാണ് നമ്മളിതിലിട്ട് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മതി. കഷ്ണം മുറിച്ചതിപ്പോൾ കൂടുതലോ കുറവൊന്നും നോക്കണ്ട. നമ്മൾക്കൊക്കെ എല്ലാം ഈ 2 എണ്ണോ അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് എടുത്താൽ മതി. നമുക്കൊന്ന് തീ കൂട്ടി കൊടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം, ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് കഷ്ണം ഒന്ന് തുറന്ന് നോക്കാം. തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വേവട്ടെ, മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാറിന് വറുത്തത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അരവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഒന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലൊരു കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. കത്തിരിക്കയാണ് ഇതിലിട്ട് കൊടുക്കാനുള്ളത്. അതായത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഫസ്റ്റ് വേഗം. ഈ കത്തിരിക്ക പറയുന്നത് വേഗം വേകുന്ന സാധനമായതുകൊണ്ട് ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്തിരിക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞതാണ്. ഇട്ട് കൊടുത്ത ശേഷം ചുറ്റും ഒന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ അത് വേറെ കളറ് മാറും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നല്ല വാട്ടി വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ എണ്ണയോടെ തന്നെ കൊട്ടിക്കോളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കമ്മിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഇടുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ടോളൂ. കല്ലുപ്പാണ് നന്നായിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി നമ്മുടെ നേരത്തെ അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ചുറ്റി എടുത്തിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി തിളക്കട്ടെ, മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ചോന്ന് നമുക്കൊന്ന് നോക്കാം. തിള വരുന്നുണ്ട്, നന്നായി നോക്കിക്കോളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് ഇതിൽ പരിപ്പും തക്കാളിയും കൊട്ടി കൊടുക്കണം. അതാണ് നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം. ഇതാ നല്ലപോലെ 3 വിസിലിട്ടപ്പോഴേക്ക് ഇങ്ങനെയായി. ഇതിലേക്ക് ഇനി കൊട്ടി കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വാളംപുളി ഒഴിക്കണം. അതായത് ഒരു നെല്ലിക്കിൻ്റെ അത്രയാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കുതിർന്നപ്പോൾ ഇങ്ങനെ ഏതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളി അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തോളൂ. പുളി ചിലപ്പോൾ ചിലവർക്ക് വേണ്ടി വരില്ല, ചിലവർക്ക് വേണ്ടി വരും. അപ്പോൾ ഇത്തിരി ഒഴിച്ചു കൊടുക്കണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിച്ചട്ടിയൊക്കെ വേഗം അടി പിടിക്കും, അത് കാരണമാണ് പറയണത്. നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കട്ടെ. സാമ്പാർ കഷ്ണം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് സാമ്പാറിൽ വറുത്ത് കൊട്ടാം. ചീനച്ചട്ടി വെച്ച് കൊടുക്കാം.
എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. 2 തവി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പോഴേക്കും കറുവപ്പല ഒരു 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. മല്ലിത്തണ്ട് 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 തണ്ട്. ഗ്യാസ് ഓഫാക്കാം. നമുക്കത് കൊട്ടി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ അങ്ങനെ ഓണസാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി. നിങ്ങളെല്ലാവരും ഇതേപോലെ ഓണസാമ്പാർ ഉണ്ടാക്കി നന്നായി കഴിക്കുമെന്ന് ഈ വർഷം വിചാരിക്കണു. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണണം. എല്ലാവർക്കും എൻ്റെ വക ആശംസകൾ. ഹാപ്പി ഓണം.